ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം. നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ഒരു മുറി നാളികേരമാണ് ഇതുപോലെ വറുത്തെടുത്തിട്ടുള്ളത്. തേങ്ങ ഈ ഒരു കളറാകുന്നത് വരെ വറുത്തെടുക്കുക. അതിനുശേഷം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം 2 വലിയ സവോള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മൂടി വെച്ച് വേവിച്ചാൽ സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇനി അതിലേക്ക് 2 വലിയ പച്ചമുളക്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായി വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട. ഇനി ഇതെല്ലാം കൂടെ 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിലെ വെള്ളം പെട്ടെന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. നമ്മുടെ ചിക്കനിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നാളികേരം അരയ്ക്കുന്ന സമയത്ത് വെള്ളം ചേർക്കാതെയാണ് നമ്മൾ നാളികേരം അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളറിൽ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഗരം മസാലയാണത്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ ടീസ്പൂണാണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്ത നാളികേരക്കൊത്തും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറി കഴിക്കാനായിട്ട്. അതോടൊപ്പം കുറച്ച് കറിവേപ്പില കൂടെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ കറിയിലെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറിയിലെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വറുത്തരച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. ബൈ.